Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. സെക്ഷൻ 32 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തിരുന്നു. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്, അത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ കൺട്രോൾസ് ദ പവേഴ്സ് ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ കമ്മിറ്റി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 4. ആൻസർ ദ രജിസ്ട്രാർ. സെക്ഷൻ 32 സബ്സെക്ഷൻ 4 പ്രകാരം അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ആരാണ്? രജിസ്ട്രാർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്യാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എൻറോൾ ന്യൂ മെമ്പേഴ്സ് അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 4? ആൻസർ യെസ്, but those members do not have voting rights unless an elected committee ratifies them. സെക്ഷൻ 32 സബ്സെക്ഷൻ 4 പ്രകാരം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ന്യൂ മെമ്പേഴ്സിനെ എടുക്കാനുള്ള എൻറോൾ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നാണ്. അധികാരമുണ്ട്, പുതിയ മെമ്പേഴ്സിനെ എടുക്കാം. പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ന്യൂ കമ്മിറ്റി മെമ്പേഴ്സ് അവരെ അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് മസ്റ്റ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഡു ബിഫോർ ദെയർ ടേം ഓഫ് ഓഫീസ് എൻഡ്സ് അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 5? ആൻസർ arrange for the constitution of a new committee in accordance with the bylaws. സെക്ഷൻ 32 സബ്സെക്ഷൻ 5 പ്രകാരം അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അവരുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. അതായത് ന്യൂ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക ബൈലോ പ്രകാരം. അതാണ് അവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആ ചുമതലയിൽ നിന്നും പിന്മാറുമ്പോൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 4, അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 6, who should be informed about every order made by the registrar under subsection 1? Answer the Circle Cooperative Union. സെക്ഷൻ 32 സബ്സെക്ഷൻ 6 പ്രകാരം രജിസ്ട്രാർ എന്ത് ഓർഡർ പുറപ്പെടുവിച്ചാലും അത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ അറിയിച്ചിരിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്ത സെക്ഷനായ 33ലേക്ക് കടക്കാം. സെക്ഷൻ 33, അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി എക്സെട്ര. Section 33 subsection 1, where the term of office of a committee has expired and a new committee has not been constituted, or where a no confidence motion is passed by the general body against the existing committee, or where the existing committee resigns en bloc, or where vacancies occur in the committee either by resignation or otherwise, and the number of remaining members cannot constitute the quorum for the meeting of the committee, or where the committee fails to hold its regular meeting consecutively for 6 months, or where the registrar is satisfied. ഇവിടെ സെക്ഷൻ 33 പറയുന്നത് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പുതിയ കമ്മിറ്റിയെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെയോ നിയമിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സെക്ഷൻ 33 പറയുന്നത്. ഇനി സെക്ഷൻ 33(1) പറയുന്നത് 33 സാഹചര്യങ്ങളാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് പുതിയ കമ്മിറ്റിയെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ രജിസ്ട്രാർ നിയമിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ പറയുന്നത്. ഒന്നാമതായി പറയുന്നു, ഒരു കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ചെങ്കിലും പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കാനായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എങ്കിൽ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയെയോ നിയമിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കും. പിന്നീട് പറയുന്നത്, നിലവിലുള്ള കമ്മിറ്റിക്ക് എതിരെ ജനറൽ ബോഡി അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന അവസ്ഥ. പിന്നെയോ നിലവിലുള്ള കമ്മിറ്റി ഫുള്ളായിട്ടും രാജിവെച്ചാൽ, ആരും ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് രാജിവെച്ച് പോയാൽ പിന്നെ അവിടെ ഭരണസ്തംഭനാവസ്ഥ ഉണ്ടാവും. പിന്നീട് വരുന്നതോ
രാജിയിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ കമ്മിറ്റിയിൽ ഒഴിവുകൾ ഉണ്ടാകുകയും ശേഷിക്കുന്ന അംഗങ്ങളുടെ എണ്ണം കമ്മിറ്റിയുടെ യോഗത്തിനുള്ള കോറം ആകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പിന്നീട് 6 മാസത്തിൽ ഒരിക്കൽ പോലും കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാത്ത അവസ്ഥ. തുടർച്ചയായിട്ട് എല്ലാ മാസവും കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടതാണ്. പക്ഷേ 6 മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ പ്രാവശ്യം പോലും കമ്മിറ്റി വിളിച്ചു കൂട്ടാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് രജിസ്ട്രാർ ഒരു പുതിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നിയമിക്കണം എന്നുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 33A, that a new committee cannot be constituted before the expiry of the term of office of the existing committee, or section 33AA, there is stalemate in the constitution or functions of the committee. 33(1) പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 33A പറയുന്നത്. അത് പറയുന്നത് ഓൾറെഡി ഉള്ള കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥ, പിന്നെ ഓൾറെഡി ഉള്ള കമ്മിറ്റിക്ക് ഒരു ഭരണസ്തംഭനാവസ്ഥ സംഭവിക്കുന്നത്. അപ്പോഴൊക്കെയാണ് പുതിയ കമ്മിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെക്കുറിച്ച് ആലോചിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 33B, that a new committee is prevented from entering upon office or a new committee fails to enter upon office on the date on which the term of office of the existing committee expires. The registrar may either suo motu or on the application of any member of the society, after intimating the Circle Cooperative Union, appoint one administrator or an administrative committee consisting of not more than 3 individuals, who shall be from among the members of the society. One among them as convener to manage the affairs of the society for a period not exceeding 6 months, as may be specified in the order, which period may, at the discretion of the registrar and for reasons to be recorded in writing, be extended from time to time, so however that the aggregate period shall not in any case exceed 1 year or till a new committee enters upon office, whichever is earlier. സെക്ഷൻ 33B പറയുന്നത് ഒരു പുതിയ കമ്മിറ്റി സ്ഥാനമേൽക്കുന്നതിന് തടയുന്ന ഒരവസ്ഥ. പഴയ കമ്മിറ്റിക്കാർ പുതിയ ആളുകൾ വരുന്നതിന് തടയുന്നു. അല്ലെങ്കിൽ പുതിയത് രൂപീകരിച്ചാലും അവർക്ക് സ്ഥാനമേൽക്കാനുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥ എന്തെങ്കിലും ആവട്ടെ കാരണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രജിസ്ട്രാർ സ്വമേധയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ അപേക്ഷ പ്രകാരമോ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ അറിയിച്ചതിന് ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ 3 പേരിൽ കൂടാത്ത വ്യക്തികൾ നടത്തുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയമിക്കാവുന്നതാണ്. അവർ സൊസൈറ്റിയിലെ ഓൾറെഡി ഉള്ള അംഗങ്ങളായിരിക്കണം. അവരിൽ ഒരാൾ സൊസൈറ്റിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കൺവീനറും ആയിരിക്കണം അവരിൽ ഒരാൾ. അതുപോലെ തന്നെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ 6 മാസത്തിൽ കൂടാത്ത കാലയളവിലേക്ക് രജിസ്ട്രാറുടെ വിവേചനാധികാരത്തിലും രേഖാമൂലം രേഖപ്പെടുത്തേണ്ട കാരണങ്ങളാലും കാലാകാലങ്ങളിൽ ഈ കാലയളവ് നീട്ടാവുന്നതാണ്. അതിനാൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും മൊത്തം കാലയളവ് 1 വർഷം വരികയോ അല്ലെങ്കിൽ 1 വർഷം കവിയുകയോ അല്ലെങ്കിൽ ഒരു പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് വരെയോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയൊന്നും നീട്ടേണ്ട ആവശ്യം ഇല്ല. ഇനി ബുള്ളറ്റ് പോയിന്റിലേക്ക് കടക്കാം. Section 33 subsection 1, if committee's term ends and a new committee not formed, if no confidence motion is passed against existing committee, if entire committee resigns en bloc, if vacancies occur and remaining members cannot make quorum, if committee fails to hold regular meetings for 6 consecutive months, if registrar is satisfied about failure of committee.
Next, section 33A. A new committee cannot be formed before the expiry of the term of the existing committee. Section 33AA. If there is a stalemate in the constitution or functions of the committee. Section 33B. If a new committee is prevented or fails to take office when the old committee's term expires. Registrar may act suo motu, അതായത് on his own or on application by a member. Registrar must intimate the Circle Cooperative Union. Registrar may appoint one administrator or administrative committee, maximum 3 members. Members must be from among the members of the society. One member will act as convener to manage affairs. Tenure up to 6 months can be extended. Maximum 1 year or till new committee enters office, whichever is earlier. ഇനി ലാസ്റ്റ് എപ്പിസോഡിലെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The main organic acid contained in the flesh of lemon is? Answer, citric acid. Next, meaning of serene. Answer, calm, ശാന്തമായ. Next question. If lion is coded as ORLM, tiger is then coded as? Answer, GRTVI. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് A to M വരെ എഴുതുക, അതിൻ്റെ അടിയിൽ എമ്മിൻ്റെ അടിയിൽ N മുതൽ Z വരെ എഴുതുക, എന്നിട്ട് M വരെ 1 to 13 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കുക മേലിൽ. ഇനി 14 to 26 വരെ N മുതൽ Z വരെയുള്ള നമ്പറും കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് കാണാം എല്ലിൻ്റെ അടിയിലായിട്ട് O വരുന്നുണ്ട്. ആ ഓയാണ് ഇവിടെ കോഡിൽ കൊടുത്തേക്കുന്ന ഫസ്റ്റ് ലെറ്റർ. അടുത്ത ലൈനിൻ്റെ I ആണ്. ഐയോട് ചേർന്ന് വരുന്നത് R ആണ്. നെക്സ്റ്റ് ഓയോട് ചേർന്ന് വരുന്നത് L ആണ്. അതുപോലെ തന്നെ എന്നിനോട് ചേർന്ന് വരുന്നത് M ആണ്. അപ്പോൾ ആ ഒരു റോയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന ലെറ്റേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈഗറിൻ്റെ ടിയോട് ചേർന്നിട്ടുള്ള ലെറ്റർ ഏതാണ്? ഇവിടെ ടിയോട് ചേർന്ന് G ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഐയോട് ചേർന്ന് R ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ജിയോട് ചേർന്നിട്ട് T വന്നിരിക്കുന്നു. അതുപോലെ ഇയോട് ചേർന്നിട്ട് V വന്നിരിക്കുന്നു. അടുത്തത് ആറിനോട് ചേർന്നിട്ട് I വന്നിരിക്കുന്നു. അപ്പം GRTVI ആണ് ആൻസർ. Now your turn to answer. Question number 1. Dash district in Kerala has the highest forest cover of 83.3%. Next question. Meaning of ratify. Next question. Today is Tuesday. After 55 days it will be dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.